ചാനലിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയതിലും പോലീസ് കേസെടുത്തു. UDF ഫാമിലി ക്ലബ് മിഷൻ 2025 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനും ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനുമെതിരെയാണ് കേസ്. റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വാട്സ്ആപ്പ് ചാറ്റുകൾ നിർമ്മിച്ചായിരുന്നു പ്രചാരണം നടത്തിയത്. SS ശരൺ നൽകും വിശദാംശങ്ങൾ. SS ശരൺ, ഇതിലിപ്പോൾ ഈ സംഭവം നടന്നത് ഫോട്ടോ ഉപയോഗിച്ചൊരു വ്യാജ വാട്സ്ആപ്പ് ചാറ്റ് അത് നിർമ്മിച്ചുള്ള ഒരു പ്രചാരണമായിരുന്നു നടന്നത്. എന്തായാലും ഇതിൽ ചാനലിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രചാരണത്തിലും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ ശ്രുതി, വളരെ പ്രധാനപ്പെട്ട കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അതായത് യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ വാർത്തകൾ വന്നതിന് പിന്നാലെ ആ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് കൺസൾട്ടിംഗ് എഡിറ്റർ, അതായത് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ ആണെന്നുള്ള വിധത്തിൽ, ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സൈബർ ഇടത്തിൽ വ്യാപകമായി തന്നെ അത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലാണ് ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ, അതായത് വ്യാജ വാട്സപ്പ് ചാറ്റുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ആ പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിലാണ് കൊച്ചി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 പ്രതികൾ, അതായത് UDF ഫാമിലി ക്ലബ്ബ് മിഷൻ 2025 എന്ന വാട്സപ്പ് ഗ്രൂപ്പിനും ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനുമെതിരെയാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകും. പ്രതികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരൺ, ഇതിലിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്ന ശേഷം കൃത്യമായ തെളിവുകളോടെ റിപ്പോർട്ടർ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അതിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള നീക്കമായിരുന്നു ഇതിൽ നടന്നിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ സൈബർ ആക്രമണങ്ങൾ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ കേസ് എടുക്കുമ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്, ഏതൊക്കെ വകുപ്പുകളാണ് ചേർക്കുന്നത്? ശ്രുതി, ഇതിലൊരു സംഘടിതമായിട്ടുള്ള ആക്രമണം നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ അത് പ്രകടമായിരുന്നു. അത് വ്യാപകമായി തന്നെ റിപ്പോർട്ടർ TVക്കെതിരെ, ഒപ്പം കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാറിനെതിരെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും സൈബർ പോലീസിനെ സംബന്ധിച്ച് ചില നടപടിക്രമങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച പ്രാഥമിക പരിശോധനയൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ്. നമ്മൾ കൃത്യമായ തെളിവുകളോടെയാണ് റിപ്പോർട്ടർ സംഘം ആ വാർത്തയൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നത്, ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നത്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലാണ്, അതായത് ഇതൊരു വ്യാജ വാർത്തകളാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം, ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൺസൾട്ടിംഗ് എഡിറ്ററായ, റിപ്പോർട്ടർ TVയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ ആണ് എന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കും വിധത്തിലാണ് ആ പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യാജ പ്രചാരകർക്കെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 ഗ്രൂപ്പിനെതിരെയും വൈകാതെ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കൊച്ചി സൈബർ പോലീസ് വ്യക്തമാക്കുന്നത്. ശരൺ, ഈ വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിടുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പലതരത്തിൽ ഡോക്ടർ അരുൺകുമാറിനെതിരെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പണി തരുമെന്നടക്കമുള്ള പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ UDF ഫാമിലി ക്ലബ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനും ഒപ്പം ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനും എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പേർ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ഇവരുടെ ഭാഗമായി തന്നെ അതും കൂടുതൽ സൈബർ പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ശ്രുതി, ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കൊച്ചി സൈബർ പോലീസ് പറയുന്നത്. എന്തായാലും റിപ്പോർട്ടർ TVക്കെതിരെയുള്ള ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിൽ അതിൽ ഒരു നിലയിലും വിട്ടുവീഴ്ച വേണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പരാതിയുമായി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് റിപ്പോർട്ടർ TV തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ കേസാണ്. മറ്റൊരു പരാതി കൂടി ഡോക്ടർ അരുൺകുമാർ നൽകിയിട്ടുണ്ട്. അത് ഈ ഫോട്ടോ ഉപയോഗിച്ചുള്ള വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയതിനാണ്. അപ്പോൾ അതിൽ കൂടി വൈകാതെ കേസ് എടുക്കാനുള്ള നടപടികൾ ഉണ്ടാകും
ഉണ്ടാകുമെന്നുള്ളതാണ് കൊച്ചി സൈബർ പോലീസ് പറയുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസിൽ 2 പ്രതികളായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF ഫാമിലി ക്ലബ്ബ് മിഷൻ 2025 എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഒപ്പം തന്നെ ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമാണ്. ഇവരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ തന്നെ പല നിലയിലുള്ള ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ പല ഗ്രൂപ്പുകളിലും ഇത്തരത്തിൽ ഉയർന്നു വരുന്നു. അതിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ ഗ്രൂപ്പിൽ തന്നെ ഇത്തരത്തിൽ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസ് ആക്രമിക്കാൻ ഉള്ള ശ്രമം ഉണ്ടാകുമെന്നടക്കം അതിൽ പറഞ്ഞിരുന്നതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഏത് നിലയിലുള്ള ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് റിപ്പോർട്ടർ TV നീങ്ങിയിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ചാനലിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചുള്ള പ്രചാരണമാണ് നടത്തിയിരുന്നത്. അതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് റിപ്പോർട്ടർ ടിവിയുടെ തീരുമാനം. UDF ഫാമിലി ക്ലബ് മിഷൻ 2025 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനും ജസ്റ്റിൻ പുതുശ്ശേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.